കുറച്ച് വെള്ളം എന്ത് ചെയ്യാം ഒഴിക്കുക. ഈ ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ, അല്ലാത്ത വെള്ളം എന്ത് ചെയ്യരുത്, ഒഴിക്കരുത്. ഇതേപോലെ വെള്ളം എന്ത് ചെയ്യാം ഒഴിക്കുക. ഒഴിച്ചില്ലേ? ഒഴിച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം ഇതാക്കുക. ദെൻ കുറച്ച് സോപ്പ് കൂടി എന്ത് ചെയ്യാം. ഇത് കട്ട പിടിച്ചാൽ വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്ക് ഏകദേശം ഡാമേജ് ഉള്ള ഭാഗങ്ങളൊക്കെ അറിയില്ലേ, ഐ മീൻസ് കൂടുതൽ ഫംഗസ് ഒക്കെ കിടക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയാലോ, ആ ഭാഗം നന്നായിട്ട് എന്ത് ചെയ്യാം ഫ്രഷ് ചെയ്യാം. ഒന്നും പുറത്തേക്ക് കയറിയില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഡാമേജ് ബോർഡുകൾ ഒരു കാരണവശാലും കസ്റ്റമർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഗ്യാരണ്ടി എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. കാരണം വാട്ടർ ഡാമേജ് ബോർഡുകൾ എന്ന് പറഞ്ഞാൽ പല കമ്പോണൻറ്റും എന്തായിട്ടുണ്ടാവും, ലീക്കായി നിൽക്കുമോ. അതിപ്പോൾ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടാവും അടുത്ത കംപ്ലൈൻറ്റ് എന്ത് ചെയ്യാം കാണിക്കുക. ഈ ചിപ്പിൻ്റെ അടിയിലേക്ക് നല്ല വെള്ളം അടിച്ചു കൊടുക്കണം കേട്ടോ, അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ ഉള്ളതേ ഊരുള്ളൂ. ചൂടോട്ടോ. ആ മിസ്സിൻ്റെ അവിടെ നിന്ന് ഒരു പേപ്പർ വാങ്ങിയ ഇഷ്ടം. അവിടെ അടിയിലൊരു കവറിലുണ്ട് പറഞ്ഞാൽ മതി. കണക്റ്റൊക്കെ ഒരുക്കോ. നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം, ഇതേപോലെ
വാഷ് ചെയ്യും. പിന്നെ ഈ വാഷ് ചെയ്യുമ്പോൾ ഒരു കാല് നല്ല പഴയ ബോഡി നല്ല കൊറോട്ടഡായി നല്ല കടൽ വെള്ളത്തിലൊക്കെ വീണിട്ട് നല്ല ഫംഗസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓവർ ബലം കൊടുക്കണ്ട കേട്ടോ. ചിലപ്പോൾ ഈ ചെയ്യുന്ന ഓരോ ടൈമിലും ഓരോ കമ്പോണൻസ് എന്ത് ചെയ്ത് പോയിണ്ടാവും, തെറിച്ച് പോയിണ്ടാവേ. അതൊക്കെ നോക്കുക. പിന്നെ ചെയ്യുന്നതിന് മുന്നേ ആദ്യം എന്തായാലും ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. പിന്നെ ഒരു തരത്തിലുള്ള പവർ സോഴ്സും ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. മീൻസ് സിമോസ് ബാറ്ററി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും കാരണം വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ടാപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവില്ലേ, ഇപ്പോൾ ഇവിടെ ഒരു ടാപ്പ് ഉണ്ടാവും, അങ്ങനെ ഓരോ ടാപ്പുകൾ ഒട്ടിച്ചിട്ടുണ്ടാവില്ലേ, ആ ടാപ്പുകളൊക്കെ റിമൂവ് ചെയ്യണം. പിന്നെ സോക്കറ്റിൽ റാം സ്ലോട്ടിലുള്ള റാം, അതേപോലെ തന്നെ വൈഫൈ കാർഡുകൾ, CPU സോക്കറ്റ് ആണെങ്കിൽ CPU, ഇതൊക്കെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. പിന്നെ കണക്ഷൻ്റെ ഉള്ളൊക്കെ അതെല്ലാം ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ മുകളിൽ ഫുള്ള് സോപ്പിൻ്റെ ഇത് പോകണം കേട്ടോ. എവിടെയാണെങ്കിലും നമുക്ക് ഫുള്ള് പോകണം. ആരാണ് ഈ വെള്ളം ഒഴിവാക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടി മാത്രമേ സെറ്റ് ചെയ്യുള്ളൂ. വേറൊരു ഹീറ്റർ എന്ത് ചെയ്യില്ല, സെറ്റ് ചെയ്യില്ല. ബോട്ടം ഹീറ്റർ നമ്മൾ എത്രയിലിടും, ഒരു 250-ലിടും. ഓക്കെ, നമ്മൾ ആദ്യം 250-ലിടും. ദെൻ ഇവിടെ ഈ ഹീറ്റർ, മുകളിലത്തെ ഹീറ്റർ, ഈ ഹീറ്ററിനെ പക്ക ഓഫ് ചെയ്തിടും, നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യും, ഇതിൻ്റെ ടൈം ഇവിടെയാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്യുക, എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര മിനിറ്റ് വേണം എന്നുള്ളത്. ഇപ്പം ഞാൻ തൽക്കാലം ഒരു 5 മിനിറ്റ് വൺ സൈഡ് ചെയ്യാൻ പാകത്തിലാണ് എന്ത് ചെയ്യുക. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്,
300 സെക്കൻഡ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് T1 എന്ന് പറയുന്ന ഒരു 300 സെക്കൻഡ് ചെയ്യും, സെറ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ദെൻ R2 നമ്മൾ ഓഫ് ചെയ്യും. HP ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇതിൽ നമ്മൾ എന്താ സെറ്റ് ചെയ്ത് R1 എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പിലിട്ടിട്ട് L1 0. L1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെമ്പറേച്ചറാണ്, അത് 0 ടെമ്പറേച്ചർ ആവശ്യമില്ല എനിക്ക്. ദെൻ ഞാൻ എന്ത് ചെയ്തു, D1 എത്ര കൊടുത്തു, 300. അപ്പോൾ 300 സെക്കൻഡ് ഈ മെഷീൻ എന്ത് ചെയ്യും, വർക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി എന്താവും, ഓഫ് ആവും. ഇവിടെ ബോട്ടം ടെമ്പറേച്ചർ നമ്മൾ എത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്, 250 ഡിഗ്രി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോർഡിൽ ഇനി ഈ ബോർഡിൻ്റെ ടോപ്പിൽ നമുക്ക് എത്ര ടെമ്പറേച്ചർ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ സെൻസർ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ കാണിച്ചു തരും. ഈ 31, ഇപ്പോൾ ഇവിടെ 31 ഇതിൻ്റെ ടെമ്പറേച്ചറാണ്. ഞാനിത് ആക്കുന്നതിനനുസരിച്ച് കണ്ടോ ആ ടെമ്പറേച്ചർ കൂടുന്നുണ്ടോ, നമ്മളവിടെ ചൂടാക്കുന്നതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യും. അപ്പോൾ ഈ സെൻസർ നമുക്ക് ഇവിടെ കാണിച്ചു തരും. അപ്പോൾ ബോർഡിൻ്റെ ടോപ്പിൽ എത്ര ടെമ്പറേച്ചർ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും. നമ്മളിത് ഇവിടെ എവിടെയെങ്കിലും ഇടും. ഇപ്പോൾ ഇവിടെ 27 ഡിഗ്രി ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, മെഷീൻ സ്റ്റാർട്ട്. ഇവിടെ താഴത്തെ മെഷീൻ്റെ ഹീറ്ററാണ് ഈ അപ്പാണ് കേട്ടോ, 50 ഇത് എത്രയാണ് വേണ്ടത്, 250 വരെ. നമ്മൾ ടൈം കൊടുത്തത് പോരാ എന്നുണ്ടെങ്കിൽ 250 എത്തില്ല. നമ്മളിപ്പോൾ 5 മിനിറ്റല്ലേ കൊടുത്തുള്ളൂ. ഇപ്പോൾ ഹീറ്റർ അപ്പാവാൻ എത്ര ടൈം എടുക്കും, അത് ഓരോ അറ്റ്മോസ്ഫിയറിനും. ഇപ്പോൾ ഇവിടെ AC ഉണ്ട്, അതിനൊക്കെ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അത് 250 എത്തും, 5 മിനിറ്റ് ടൈമില്ലേ അതിൻ്റെ ഉള്ളിൽ. പക്ഷേ ആ ടെമ്പറേച്ചർ ഇവിടേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ആവണം. ഇവിടെ ഇപ്പോൾ ഇപ്പോഴും എത്ര ആയിട്ടുള്ളൂ, 28 ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ കൈ വിട്ട് നോക്കുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ഹീറ്റ് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ ടെമ്പറേച്ചർ ഇനി എവിടെ എത്തണം, ബോർഡിൽ എത്തുമ്പോഴാണ് ബോർഡ് വന്ന്. പിന്നെ ഈ സാധനം വെക്കുമ്പോൾ എപ്പോഴും ഹീറ്ററിന്റെ സെൻട്രലാക്കിയിട്ട് വെക്കണം കേട്ടോ. അതായത് എപ്പോഴും ഹീറ്ററിന്റെ സെൻട്രലാണ് മാക്സിമം ഹീറ്റ് കിട്ടുക. അപ്പോൾ ആ രീതിയിൽ കിട്ടുന്ന രീതിയിൽ മാക്സിമം സെൻട്രലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാം, എല്ലാ ഭാഗത്തേക്കും ഹീറ്റ് കിട്ടാവുന്ന രീതിയിൽ. ഇപ്പോൾ ബോർഡിൻ്റെ മുകളിൽ ഏകദേശം 54 ഡിഗ്രി ഉണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ എത്രയായി, ബോട്ട് എത്രയായി, 163 നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, റൺ ചെയ്യാണ്. വീണ്ടും ടെമ്പറേച്ചർ എന്താവും, റൈസ് ആവും.